രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് കേരള പോലീസിലെ സർവ്വപ്രതാപിയായ സൂപ്പർ DGP-ആയി വാണ MR അജിത് കുമാറിന് രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിലെ സസ്പെൻഷനോടെ വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ കൈക്കൊണ്ട സസ്പെൻഷൻ നടപടി കേവലമൊരു താക്കീത് മാത്രമല്ല, അതിനു പിന്നിൽ നടന്ന ഒട്ടനവധി കള്ളക്കേസുകളുടെയും അധികാര ദുർവിനിയോഗങ്ങളുടെയും ചുരുളഴിയുന്ന വൻ സ്ഫോടനത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. DGP-ആയി പടിയിറങ്ങാൻ സ്വപ്നം കണ്ട അജിത് കുമാറിനെ സസ്പെൻഷനിലേക്ക് നയിച്ചതിനു പിന്നിൽ നാടകീയമായ പല അണിയറ നീക്കങ്ങളും ഉണ്ടായിരുന്നു. നവകേരള യാത്രയുടെ സമയത്ത് ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ AD തോമസ്, അജയ് ജൂവൽ കുര്യാക്കോസ് എന്നിവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അതിക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. രക്ഷാപ്രവർത്തനം എന്ന വിശേഷണത്തോടെ നടന്ന ഈ അതിക്രമത്തിനെതിരെ തോമസും അജയും നൽകിയ പരാതിയിൽ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇരുവരും കോടതിയെ സമീപിച്ചതോടെയാണ് നിയമ നടപടിക്ക് പോലീസ് നിർബന്ധിതരായത്. എന്നാൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പോലീസുകാരെ കുറ്റവിമുക്തരാക്കി കേസ് അവസാനിപ്പിക്കാനുള്ള റെഫറൽ റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത്. എന്നാൽ പോലീസിന്റെ ഈ നീക്കം തള്ളിയ കോടതി വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഭരണമാറ്റത്തിന് ശേഷം അധികാരത്തിൽ വന്ന പുതിയ സർക്കാർ ഈ കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. മർദ്ദനമേറ്റവരുടെ പരാതിയും സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരുടെയും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മൊഴികളും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൂരമായി മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് കേസ് അട്ടിമറിച്ചതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കേസ് അട്ടിമറിക്കാൻ തങ്ങൾ സ്വയം തീരുമാനിച്ചതല്ല എന്നും അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്നും കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP AP ഷൗക്കത്ത് അലി അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ADGP ഷൗക്കത്ത് അലി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും DGP റവാഡ ചന്ദ്രശേഖർ ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് അയക്കാതെ തടഞ്ഞു വെക്കുകയായിരുന്നു. IPS ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ നടപടികൾ ഉണ്ടാകരുത് എന്ന നിലപാടാണ് DGP സ്വീകരിച്ചതെങ്കിലും ഈ സംരക്ഷണ നീക്കത്തിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഈ മാസം 30-ന് സീനിയർ DGP നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ ഒഴിവ് വരുന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടയാളാണ് MR അജിത് കുമാർ. പ്രൊമോഷൻ നടപടികൾ പൂർത്തിയാകുന്നതുവരെ അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് വൈകിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി. എന്നാൽ ഈ നീക്കത്തെക്കുറിച്ച് മാധ്യമ വാർത്തകൾ വരികയും ജനരോഷം ഉയരുകയും ചെയ്തതോടെ DGPക്ക് റിപ്പോർട്ട് സർക്കാരിലേക്ക് അയക്കേണ്ടി വന്നു. തുടർന്ന് പൊതുവികാരം കണക്കിലെടുത്ത് സർക്കാർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായാൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സ്ഥാനക്കയറ്റം നൽകാൻ നിയമപരമായി സാധിക്കില്ല. അതിനാൽ ഓഗസ്റ്റ് 1-ാം തീയതി അജിത് കുമാറിന് ലഭിക്കേണ്ടിയിരുന്ന DGP പ്രൊമോഷൻ ഇനി ലഭിക്കില്ല. സസ്പെൻഷനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയാൽ പോലും പ്രൊമോഷൻ സാധ്യമല്ല. നിലവിൽ അദ്ദേഹം വഹിക്കുന്ന ബെഫ്കോ MD തസ്തിക ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നൽകേണ്ട സാധാരണ പദവിയാണ്. മുൻപ് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയപ്പോൾ എക്സൈസ് കമ്മീഷണർ ആക്കിയെങ്കിലും അത് IAS കേഡർ തസ്തികയാണെന്ന കോടതി വിധിയെ തുടർന്ന് അവിടുന്ന് ബെഫ്കോ MD സ്ഥാനത്തേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു. MR അജിത് കുമാറിന്റെ സർവീസ് ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് കൂടുതൽ കടുത്ത തിരിച്ചടികളാണ്. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണം അദ്ദേഹത്തിനെതിരെയുണ്ട്. യാതൊരു സാമ്പത്തിക ക്രമക്കേടും നടത്താത്ത മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെയും ജീവനക്കാരെയും വേട്ടയാടാൻ 2000-ഓളം പോലീസുകാരെ ഉപയോഗിച്ച് നരനായാട്ട് നടത്തിയ സംഭവവും ഇതിലൊന്നാണ്. ഇതിനു പുറമെ സ്വന്തം സഹപ്രവർത്തകരോട് പകപോക്കൽ നടത്തിയെന്ന ആരോപണവും ശക്തമാണ്. അതിദാരിദ്ര്യത്തോട് പൊരുതി IPS നേടിയ P വിജയൻ എന്ന ഉദ്യോഗസ്ഥനെതിരെ കള്ളക്കേസുണ്ടാക്കി സസ്പെൻഡ് ചെയ്യിച്ചത് അജിത് കുമാർ ആയിരുന്നു. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിന്റെ അന്വേഷണ വേളയിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാണ് P വിജയനെതിരെ നടപടിയെടുത്തത്. എന്നാൽ അന്നത്തെ DYSP അബ്ദുൾ റഹീം താൻ അജിത് കുമാറിന്റെ ഭീഷണിക്കും നിർബന്ധത്തിനും വഴങ്ങിയാണ് കള്ളക്കേസെടുത്തതെന്നും കോടതിയിൽ 164 പ്രകാരം മൊഴി നൽകാൻ തയ്യാറാണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ അന്വേഷണം ശക്തമാകുന്നതോടെ അജിത് കുമാറിന്റെ ഭാവി കൂടുതൽ ഇരുളടയും.